എൻ്റെ പേര് ഇന്ദിര. ഞാൻ ഒരു റെമഡിയൽ ട്രെയിനറാണ്. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലറും ഹിപ്നോതെറപ്പിസ്റ്റും ഒക്കെയാണ്. അതിൻ്റെ കൂടെയായിട്ട് ഇപ്പോഴിതാ വിൻബിൾ അക്കാദമി നടത്തിവരുന്ന പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 21ാം ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് വിൻബിൾ അക്കാദമി സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ്. ഇതില് അവതാരകരായിട്ട് വരുന്നത് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ്. ഞാൻ ഈ വിൻബിൾ അക്കാദമി ഈ ട്രെയിനിങ് കോഴ്സിലേക്ക് എത്താനുള്ള ഒരു കാരണം, ഞാൻ വിൻബിൾ അക്കാദമിയുടെ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വിരലിൽ എണ്ണാവുന്ന കോഴ്സുകളെല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടാകുമെന്നുള്ളത്. ആ ഒരു ഉറച്ച തീരുമാനം, ഉറച്ച മനസ്സോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു ട്രെയിനിങ് കോഴ്സിലേക്ക് വന്നതാണ്. അതിന്റെ മുന്നോടിയായിട്ട് എന്നിലുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും എൻ്റെ പെർഫോമൻസിൽ, എൻ്റെ കരിയറിലെ ലെവലുകൾ എനിക്ക് മാറ്റിയെടുക്കാനും എല്ലാം എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനു മുന്നോടിയായി ഞാൻ ഈ ഒരു അവസരം തന്ന വിൻബിൾ അക്കാദമിക്കും ട്രെയിനേഴ്സ് ടോക്കിൽ അർച്ചന മാമിനും ഞാൻ നന്ദി പറയുകയാണ്. അതോടുകൂടി ഞാൻ ഈ സാഹചര്യത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എൻ്റെ മുന്നിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ, യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഒരിക്കലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ട്രെയിനിങ് കോഴ്സ് ചെയ്തൂടെ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ ഒരു പോസിറ്റീവ് തോട്ട് എന്നെ വെറുതെ കളിയാക്കിയതാണോ എന്ന്. എനിക്കൊരു സംശയം, ഞാൻ അവരോട് തന്നെ ചോദിച്ചു, എന്നെ കളിയാക്കിയതാണോ എന്ന്. പക്ഷെ അല്ല, നിങ്ങൾക്ക് അതിലൊരു കഴിവുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പോസിറ്റീവ് തോട്ടും കൂടി ഉണ്ടായിരുന്നു ഈ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിൽ. യെസ്, ഇന്നത്തെ നമ്മളുടെ സെഷന് ലീഡ് ചെയ്യുന്നത് എന്നെ ആ ഒരു കൈ പിടിച്ചുയർത്തിയ, എനിക്ക് ആ ഒരു പോസിറ്റീവ് തോട്ട് തന്ന ആ ഒരു വ്യക്തിയാണ്. യെസ്, നിറഞ്ഞ കയ്യൊടിയോടെ ഞാൻ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജിഷ ഉൽഹനാൻ. താങ്ക് യു മാം. നിങ്ങളുടെ അന്നത്തെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു കാര്യം എന്നിലേക്ക് ഒരു ഏറ് എറിഞ്ഞു എന്നുള്ളത്. യെസ്, ആ ഏറ് കൊണ്ടത് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്. സന്തോഷം. ജിഷ മാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ജിഷ മാം ഒരു റെമഡിയൽ ട്രെയിനറാണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലെ ലൈഫ് സ്കിൽ ട്രെയിനറും കൂടിയാണ്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ മാം എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളുടെ ഡെയിലി ലൈഫില്, നമ്മളുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഭയവും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പം ഇത് കൂടുമ്പോൾ നമ്മൾക്ക് അതൊരു പ്രശ്നങ്ങളായിട്ട് മാറാം. യെസ്, ഇന്നത്തെ ടോപ്പിക്, മാമിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ് ഇൻ ഡെയിലി ലൈഫ്. മാമിനെ സ്നേഹത്തോടെ, നിറഞ്ഞ ബഹുമാനത്തോടെ, നിറഞ്ഞ ആദരവോടെ ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു മാം. ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പം ആ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക്, ക്ലാസ് കേൾക്കുന്ന നമ്മളുടെ ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നിങ്ങളുടെ ഏവരുടെ അടുത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാകണം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഏവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വെൽക്കം മാം, പ്ലീസ്. താങ്ക് യു ഇന്ദിര മാം. അപ്പൊ ഒത്തിരി സന്തോഷം. നമ്മള് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്, ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് നേരിട്ടാ കാണുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്നേഹവും പരിചയം നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഒത്തിരി നന്ദി മാമിന്റെ നല്ല വാക്കുകൾക്കൊക്കെ ഒരുപാട് നന്ദി. എന്തോ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് അല്ലെ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ മാം പറഞ്ഞു, നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആൻസൈറ്റി ഇൻ അവർ ഡെയിലി ലൈഫ്.
അതൊരു ഡിസോർഡർ എന്നതിൽ ഉപരിയായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഉടനീളം നമ്മുടെ ജനിച്ച കാലം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഒന്നുകൂടെ നന്ദി പറഞ്ഞില്ല നമ്മുടെ വിംബിൾ അക്കാദമിക്കും, അതുപോലെ ഇപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ദിര മാമിനും അർച്ചന മാമിനും, അതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന നമ്മുടെ ഫൈസൽ സാറിനും, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ ഒരു സായനം നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ചും ഷെയർ ചെയ്തും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തും അങ്ങനെ നല്ല ആക്റ്റീവ് ആക്കണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനടക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ? ഉണ്ടാകുന്ന ജനിച്ചു വീഴുന്ന കുഞ്ഞിനടക്കം പാല് കിട്ടുമോ, അങ്ങനെയുള്ള ആ കൊച്ചു കൈയൊക്കെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ കരയുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷമങ്ങള്, അതൊക്കെ ആ കുഞ്ഞു നാളിൽ തൊട്ട് ചിലപ്പം നല്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ അനുഭവിക്കുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിനെയും ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ ബാധിക്കും എന്ന് നമ്മൾക്കറിയാം. അപ്പൊ എന്ന് പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന ആ സമയം മുതൽ നമ്മുടെ കൂടപ്പിറപ്പാണല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ആൻസൈറ്റി നമുക്ക് ആവശ്യമാണ്. കുറച്ചൊരു ആൻസൈറ്റി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം വളരെ ഈസി ആയിട്ട് ഒന്നിലും ഇൻട്രസ്റ്റ് എടുക്കാതെ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഒരു കാര്യത്തിലും ഒരുങ്ങാതെയൊക്കെ നമ്മൾ ഇരിക്കും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ആൻസൈറ്റി ഒരു പരിധി വരെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഒരുക്കത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യമാണ്, അല്ലെ? മാനസിക രോഗം എന്ന് പറയേണ്ട, മാനസിക പ്രശ്നങ്ങളുടെ ഒരു ജലദോഷം വരാത്ത ആരും നമ്മുടെ ഇടയിൽ ഇല്ല, അല്ലെ? ജലദോഷവും പനിയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്യും. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ അതൊരു നോർമലായിട്ട് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമ്മളുടെ സാധാരണ ജീവിതത്തെ, ഡെയിലി ലൈഫിൽ നമുക്ക് അത് ഒരു പ്രശ്നമായി തീരുമ്പോൾ, അല്ലെങ്കിൽ ആ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒരുപാട് പ്രശ്നങ്ങള്, നമ്മളെ കൊണ്ട് ശല്യം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ശല്യം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആവുന്നത്. പക്ഷെ ഒരു പരിധി വരെ നമ്മൾക്ക് അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് ഒരുപാട് സാധ്യതകളുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ഒക്കെ ഒരു പരിണിത ഫലമാണ് ഒക്കെയുള്ള ഈ കൂട്ടായ്മകളും ഇതുപോലെയുള്ള സൂം ക്ലാസ്സുകളും, അല്ലെങ്കിൽ അക്കാദമികളും, നമ്മളുടെ വിംബിൾ പോലെയുള്ള അക്കാദമികളും, അങ്ങനെയെല്ലാം നമ്മൾക്കും അതുപോലെ മറ്റുള്ളവർക്കും നമ്മളെ കൊണ്ട് പരിഹരിക്കാവുന്ന വിധത്തിൽ നമ്മൾ അത് എക്യുപ്ഡ് ആവുക എന്നതൊക്കെയാണ് അതിന്റെ ഒരു നല്ലൊരു വശം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി ഒക്കെ ആയിട്ട് വരുന്നവരുടെ മുമ്പില് അധികം പേര് മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതിനായിട്ട് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നവരുമാണ് പലതരത്തിൽ. ഇപ്പൊ ഇന്ദിര മാം പറഞ്ഞു ഒരുപാട് കോഴ്സുകൾ ഞാൻ ചെയ്തു എന്ന്. നമ്മളിൽ പലരും അങ്ങനെയായിരിക്കും, അല്ലെ? അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഏത് രീതിയിലായിരിക്കും അവരുടെ ആദ്യമായിട്ട് ഒരു കേസ് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ ശരിക്കും അവര് പറയുന്നതും, ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ പറയുമോ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഈസിയാ, വെറുതെ ഇരുന്ന് ഓരോരുത്തരുടെ കഥകളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ രഹസ്യങ്ങളൊക്കെ കേൾക്കുക, ഭയങ്കര രസമല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അത്ര വലിയ രസകരമായ ഒരു കാര്യമൊന്നുമല്ല, അല്ലെ? ആ വീട്ടിലെ കുടുംബത്തിലെ ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. പക്ഷെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും അതെന്താണെന്നും ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും കൂടുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യം നമ്മൾ കേസ് ഹിസ്റ്ററി ആണ് എടുക്കുന്നത്. നമ്മൾ അവരെ നല്ലപോലെ ശ്രദ്ധിക്കുന്നു, അവരെ മനസ്സിലാക്കണം, അവരുടെ ഫീലിങ്സ്, അതൊരു കഥ കേൾക്കുന്ന പോലെയോ വേറൊരാളുടെ കുറെ കാര്യങ്ങൾ കേൾക്കുന്ന പോലെയല്ല, നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അവരെ മനസ്സിലാക്കി അവരുടെ ആ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവരുദ്ദേശിക്കുന്ന ഫലം അവർക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ടും നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ICD എന്നുള്ള ബുക്കുകൾ, DSM അങ്ങനെയുള്ള നമ്മളുടെ സൈക്കോളജിക്കൽ ബുക്സിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്.
ഇപ്പം ഓരോ ക്ലയൻസ് വരുമ്പം എന്താ പറയാ ആൻസൈറ്റി ആണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആൻസൈറ്റി വന്നു തരുന്നത് അല്ലെ. ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് തരത്തിലുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സാഹചര്യം, അവരവരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടുന്ന അതിനുള്ള റെമഡീസും വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേ മരുന്ന് തന്നെ, ഇപ്പൊ നമ്മൾ പനിയൊക്കെ വന്നാല് ചെന്ന ഒരേ മരുന്ന് തന്നെ കിട്ടും. പക്ഷെ ഓരോരോ വ്യത്യസ്തമായ രോഗങ്ങൾക്ക് വ്യത്യസ്തമായ മരുന്നുകൾ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടെ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ ചിലർക്കൊന്നും ആ പറയുന്നവർക്ക് അറിയില്ല അല്ലെ അതിന്റെ കാരണം എന്താണ്. അവർക്ക് ഇന്നതൊക്കെയാണ് സംഭവം, ഇങ്ങനെയാണ് എനിക്കുള്ള പ്രശ്നങ്ങള് എന്നൊക്കെ ഒരു പക്ഷെ അവർക്ക് പറയാമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്നവർക്ക് പറയാൻ പറ്റുമെങ്കിലും അതിന്റെ കാരണം കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ നമ്മളിൽ നിക്ഷിപ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് അവരെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുക. ചിലർക്കത് പാരമ്പര്യമായിട്ട് കിട്ടിയവരുണ്ടാവും അല്ലെ, പാരമ്പര്യമായിട്ട് കൈമാറി വന്ന രോഗാവസ്ഥ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അതുപോലെ ചിലർക്ക് അത് കുടുംബ പ്രശ്നം മൂലം ഉണ്ടാകുന്നതായിരിക്കാം, സാഹചര്യങ്ങളുടെ ഓരോരുത്തർക്കും വന്നു ചേരുന്ന സാഹചര്യങ്ങൾ മൂലം ഉണ്ടാകുന്നതായിരിക്കാം. അപ്പം അതൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇപ്പൊ വറി എന്നൊക്കെ പറയും, നമ്മൾ ഭയങ്കര വറിയാവുന്നൊക്കെ പറഞ്ഞാൽ അതൊരു മാനസിക രോഗമാണോ? ആണോ സൂസൻ മാം? മാമിനിങ്ങനെ നേരെ കാണുമ്പോൾ ഭയങ്കര അതെ, സന്തോഷം. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ വല്ലാതെ അഫക്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ അതെ പ്രോബ്ലം. അതെ, അങ്ങനെ ആവുമ്പോൾ മാത്രമേ അത് പ്രോബ്ലം ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വറി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിനൊരു തെളിവാണെന്ന് ഒരു കണക്കിന് പറയാം അല്ലെ. ഒട്ടും അറിയില്ലാത്ത എന്ന് പറഞ്ഞാൽ അത്രയും യാതൊരു സെൻസേഷനും ഇല്ലാത്തൊരു മരിച്ചൊരവസ്ഥ ആയിത്തീരാം. പക്ഷെ ചെറിയ തോതിലുള്ള വറിയൊക്കെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ട്, ജീവിച്ചിരിക്കുന്നു, നമുക്കെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ ഒരു തെളിവാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൂടുതലായിട്ട് പ്രശ്നങ്ങളായി വരുന്നത് എന്താ പറയാ, നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നാല് എന്തൊക്കെയാ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക പെട്ടെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ മനസ്സിലൊക്കെ ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് പറയാവോ? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, പിന്നെ ആ ദേഹമൊക്കെ വല്ലാതെ സ്റ്റിഫ് ആവും, ചിലപ്പോൾ അതെ. ശബ്ദം ഇല്ലാതെ പോകും. നമ്മളിങ്ങനെ വിറയ്ക്കൽ വരും, ചിലപ്പോൾ തല കറങ്ങും, അങ്ങനെയെല്ലാം ശബ്ദമൊന്നും പുറത്തോട്ട് വരില്ല, ശ്വാസം ഗതി കൂടുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ ശ്വാസം എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരും അല്ലെ, ശ്വാസം മുട്ടുന്ന പോലെ വരും. അങ്ങനെയെല്ലാം നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ഒരു ചെറിയ ആൻസൈറ്റിയിലൊക്കെ അങ്ങനെ വന്നു ജസ്റ്റ് നമുക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ ബോധം കെട്ട് വീഴാറുണ്ട്, ചില നോർമലായിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പം ഒരു അറ്റാക്ക് ഒക്കെ വരുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഷോക്കൊക്കെ വരുമ്പോഴായിരിക്കും. പക്ഷെ അതൊരു ഡെയിലി ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് രോഗാവസ്ഥയാവുക. അല്ലെങ്കിൽ അത് പക്ഷെ അങ്ങനെ ഒരു അറ്റാക്ക് അങ്ങനെയൊന്നും വരില്ല അവർക്ക്. പക്ഷെ അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കും, ഭയങ്കര ഭയം ഉണ്ടാകും, വിറയലും. അങ്ങനെ ഒരു ശീലമായിട്ട് എപ്പോഴും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഡിസോർഡർ കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഡിസോർഡേഴ്സിനെ ഒരു 5 വിധങ്ങളായിട്ട് 5 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താം. ഒന്നാമതായിട്ട് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും, GAD എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. ജനറൽ ആയിട്ട് വരുന്ന ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാനിക് ആയിട്ട് വരുന്നത്, പാനിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വല്ലാതെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വല്ലാതെ തളർത്തുന്ന രീതിയിൽ വരുന്ന ഡിസോർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഫോബിയ, അകാരണമായ ഭയങ്ങൾ, എല്ലാത്തിനോടും ഭയം, വെറുതെ പേടി. അപ്പം അതൊക്കെ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അവരെ ജീവിക്കാൻ തന്നെ അനുവദിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മുൻകാല ദുരന്ത അനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഡിസോർഡറിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OCD നമ്മൾ സാധാരണ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യം, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ കോമൺ ആയിട്ട് സാധാരണ ജീവിതത്തിൽ കണ്ടുവരുന്ന 5 തരത്തിലുള്ള ഡിസോർഡറുകളാണുള്ളത്. അതിന്റെ ലെവൽ കൂടിയും കുറഞ്ഞും ഒക്കെ നമ്മളിലും എല്ലാവരിലും കാണാം അല്ലെ. ഒരു ചെറിയ നോർമൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ എല്ലാവരും തന്നെ ഉണ്ട്. പക്ഷെ അതിന്റെ ലെവല് കൂടുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം വരിക അല്ലെ. അതൊരു അബ്നോർമൽ ലെവലിലോട്ട് വരുമ്പോ അത് പ്രശ്നമാവും. ഇപ്പം ഇത് GAD എന്ന് പറഞ്ഞ ജനറലൈസ്ഡ്
ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നതിന് പൊതുവായിട്ട് ഉത്കണ്ഠ, പൊതുവായ കുറെ കാര്യങ്ങൾക്ക് പൊതുവായ കാര്യങ്ങൾ എപ്പോഴും തന്നെ ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠ, അവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു ചേരുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യത്തിനും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ പേശികളൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി, പിന്നെ ഉറക്കക്കുറവുകൾ, അങ്ങനെ അത് പൊതുവായിട്ട് മിക്കവർക്കും തന്നെ കാണുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ വരുന്നത് ഒരു നോർമൽ കേസാണ്. സ്ഥിരമായിട്ട് എന്നാലും അത് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശ്നമാവുന്നതിനും പ്രശ്നമാവും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര നമ്മള് ഇപ്പം ഒരു ഇതിലോട്ട് ചെല്ലുമ്പോൾ, നമ്മളൊരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ചിലരൊക്കെ മിണ്ടാനൊക്കെ അവർക്ക് എപ്പോഴും ഓരോ സമയത്ത് ഓരോ സ്വഭാവം എന്നൊക്കെ ചിലപ്പോൾ നമ്മളെ പറ്റിയും നമ്മൾ മറ്റുള്ളവരെ പറ്റിയൊക്കെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അവരുടെ ഇതിന്റെയൊക്കെ പുറകിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അപ്പം പറ്റുന്നവരാണെങ്കിൽ, നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അവരുടെ അടുത്തോട്ട് ചെന്നൊന്ന് സംസാരിക്കുക, അവരൊന്ന് ഫ്രീ ആക്കുക. അങ്ങനെയുള്ള രീതികളൊക്കെ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ തുടരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറിന് കുറച്ച് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ജെനറ്റിക്സ് ആയ കാരണങ്ങൾ, ഇപ്പൊ അവരുടെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ ഒരു പരിധി വരെ അവർക്കത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് പോലും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിലുള്ള കെമിക്കൽ ആക്ഷൻസ്, ന്യൂറോ കെമിസ്ട്രി, അങ്ങനെയുള്ള മസ്തിഷ്കത്തിന്റെ ഒക്കെ വ്യത്യാസം, ഈ കെമിക്കൽസിന്റെ വ്യത്യാസം കൊണ്ട് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാം. അതുപോലെ തന്നെ ജീവിതത്തിലെ ഉണ്ടാവുന്ന ട്രോമ, സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും ഈ ജനറൽ ആയിട്ടുള്ള ആൻസൈറ്റി ഒരു പരിധിവരെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അളവനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ഓരോരോ പേഴ്സണാലിറ്റിയിൽ വ്യക്തിത്വം ഉണ്ടാവുമല്ലോ, ആ വ്യക്തിത്വത്തിനനുസരിച്ചും ഇതിന്റെ ഡിഫറൻസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതൊക്കെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കുറച്ച് ഒരു കൗൺസിലർ, സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കുറച്ച് റെമഡീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെ. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ മാറ്റുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള തെറാപ്പികൾ കൊടുക്കാം. അപ്പം നമ്മുടെ ചിന്തകളാണല്ലോ ശരിക്കും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ പോസിറ്റീവായ നമുക്ക് ഒരു എന്താ പറയാ, പോസിറ്റീവ് ഇത് കൊടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മള് ഒരു ക്ലാസ് കേട്ടു. എന്തായിരുന്നു സൂസൻ മാം, നമ്മുടെ മറ്റേ ക്ലാസിന്റെ കാര്യമല്ല, നമ്മളെ ഒരു മനസ്സിലായില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഒരു മനസ്സിലായില്ല, ഏതിന്റെ കാര്യം? അല്ല, ഞാൻ ക്ലാസ് എടുത്തില്ലേ, ഈ ഒരു നമ്മള് പോസിറ്റിവിറ്റി കൊടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞില്ലേ അല്ലെ? അപ്പൊ പറഞ്ഞ പോലെ നമ്മള് യാഥാർത്ഥ്യമല്ലാത്ത പോസിറ്റിവിറ്റി ഒക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലുള്ള ആ രീതിയിലല്ല, അല്ലാതെ നല്ല ഒരു റിയൽ ആയ ഒരു പോസിറ്റീവ് തോട്ട് കൊടുത്തിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മെഡിസിൻ ആവശ്യമുള്ളവർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അവർക്ക് മെഡിസിൻസ് ചിലർക്ക് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവുള്ളൂ. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലാത്ത കേസുകളുണ്ട്. അപ്പം മെഡിസിൻസ് ആവശ്യമുള്ളവർക്ക് മെഡിസിൻസ് കൊടുക്കുക. അതുപോലെ ഇപ്പൊ ഏറ്റവും പ്രധാനമാണ് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന റിലാക്സേഷൻ ടെക്നിക്സ് അല്ലെ, മെഡിറ്റേഷൻ, അതുപോലെ ഉള്ള കാര്യങ്ങൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇപ്പം നോർമൽ ആളുകൾ പോലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലോട്ട് ഏത് മനുഷ്യനും എപ്പോ വേണേലും കടന്നു വരാം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാല് നമ്മൾ ആ ഒരു രീതിയിലോട്ട് ഒരിക്കലും വരില്ല. അങ്ങനെ നമ്മളുടെ കണ്ടീഷനും അത്ര വേഴ്സ് ആവില്ല. ശരിക്കും പറഞ്ഞാൽ ആ റിലാക്സേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ, അതുപോലുള്ള ടെക്നിക്സ്, നമ്മളുടെ എക്സസൈസ്, അങ്ങനെയുള്ള അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം, ഇതൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ബ്രെയിനും നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആ ഒരു ആരോഗ്യപരമായ ഒരു രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവന്ന പ്രധാനമായിട്ടും എക്സസൈസ്, നല്ല ഫുഡ്, മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് സ്ഥിരമായിട്ട് അതെ, ടോക്സിക് പോസിറ്റിവിറ്റി, ടോക്സിക് എന്നുള്ള വേർഡ് എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന്, ശരിയാ. അപ്പൊ ടോക്സിക് പോസിറ്റിവിറ്റി അതാരാ പറഞ്ഞത്, ആ പേര് കണ്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ആ ഒരു രീതിയിലുള്ള പോസിറ്റിവിറ്റി അല്ല, പക്ഷെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മളുടെ അടുത്ത് ഇടപെടുന്ന വ്യക്തി
വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതൊരു വലിയ കാര്യം. നമ്മുടെ ഒരു ചിരിയോ നമ്മളുടെ ഒരു ചെറിയൊരു പ്രോത്സാഹനമോ ഒക്കെ നമുക്ക് ഒരുപാട് വ്യക്തികളെ ജീവിതത്തിലോട്ടും ഒരുപാട് വലിയ ഉയരങ്ങളിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും പെരുമാറുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻസിനോടും അങ്ങനെ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നോക്കുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങളാ, പക്ഷെ നമ്മള് ഒരു തുടർച്ചയായ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തു കൊടുത്താല് അവര് നമുക്ക് അങ്ങനത്തെ കേസുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മള് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വിഷമിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കേസുകളൊക്കെ നമ്മളുടെ പോസിറ്റീവായ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറെ ആക്ടിവിറ്റികളിലൂടെയും മെഡിറ്റേഷനും അങ്ങനെ എല്ലാം കൊടുത്ത് അവര് പിന്നെ നമുക്ക് അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ ആവശ്യമില്ല ആ രീതിയിലോട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. അപ്പൊ അതൊരു കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അല്ലെ. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെയല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മള് അവര് മറക്കണം അല്ലെ. ആ ഒരു അവസ്ഥയിലോട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മുടെ സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിലല്ല, നമ്മളെ അവര് മറന്നു കളയണം. എന്നിട്ട് അവരവരുടേതായ കാര്യങ്ങളിൽ മുഴുകണം. അപ്പൊ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മള് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന നിലയിൽ ആ ഒരു രീതിയിലോട്ട് മറ്റുള്ളവരെ കൈപിടിച്ച് നടത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആവണം. ഇപ്പൊ രണ്ടാമത്തേതാണ് പാനിക് ഡിസോർഡർ. നമ്മൾ ആദ്യം ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ കണ്ടു, അത് കോമൺ. പിന്നെ പാനിക് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് വരുന്ന നമ്മൾ പറഞ്ഞില്ലേ, ഹാർട്ട് പാൽപിറ്റേഷൻ, അതുപോലെ തന്നെ ഹെവിനെസ് ഇൻ ചെസ്റ്റ്, അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന ആ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് നമ്മുടെ ശരീരത്തെ ഒക്കെ തളർത്തുന്ന വിഷമങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് വല്ലാതെ ശരീരം വിറയ്ക്കുകയും വിയർക്കുകയും അങ്ങനെ ആ സ്ഥലകാല ബോധമില്ലാത്തൊരവസ്ഥയിലോട്ട് വരുന്ന അവസ്ഥയാണ് ഈ പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്ന് വല്ലാത്തൊരു തീവ്രമായ ഭയവും അസ്വസ്ഥതയും ഒക്കെ വന്നിട്ട് അവരുടെ ഡെയിലി ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിലുള്ളവര് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ല കാലത്തൊന്നും വന്ന് പെട്ടെന്ന് പോകുന്ന പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു രോഗ അവസ്ഥയിലോട്ട് മാറുക. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെയാ പറഞ്ഞു. അപ്പം അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പാനിക് അറ്റാക്ക് ഒക്കെ വരിക എന്ന് പറഞ്ഞിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം പ്രത്യക്ഷമായ ശാരീരിക ലക്ഷണങ്ങളോട് കൂടെയാണ് ഇത് വരിക. അപ്പം അതാണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അതും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും അല്ലാത്ത പല രീതിയിൽ അങ്ങനെ കടന്നു വരാനായിട്ടൊക്കെ സാധ്യതകൾ എല്ലാവർക്കും തന്നെ ഒരുപോലെയാണെന്ന് വേണേൽ പറയാം അല്ലെ. നമ്മളിപ്പോ പിന്നെ ഹെൽത്തി ആണെന്നൊക്കെ വിചാരിച്ചെങ്കിലും എപ്പോഴാണ് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കടന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കുകയും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവും. ഇതിന്റെയും ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന തീവ്രമായ ഭയവും അസ്വസ്ഥതയും ഒക്കെയാണ് ഈ പാനിക്കിന്റെ ഏറ്റവും ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഇതുപോലെ ശ്വാസഗതി വർദ്ധിക്കുക, വിയർക്കുക, വിറയ്ക്കുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, മരണഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ അറിയുന്ന 1-2 പേർക്ക് ഇത് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ജനറ്റിക് ആയിട്ടും അവരുടെ നെർവ് സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു കെമിക്കൽ ആക്ഷൻ ഒക്കെ കൊണ്ട് വരുന്നതായിരിക്കും. എന്റെ 2 ഫ്രണ്ട്സിന് അങ്ങനെ വന്നുകൊണ്ടിരുന്നതായിട്ട് കുറെ നാളുകൾ അവരെന്നോട് പറയുമായിരുന്നു. ഒരുപാട് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ അതുവരെ അധികം രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും, പക്ഷെ പകല് അവർ പറഞ്ഞ ആ ദിവസങ്ങളിൽ ഭയങ്കര എനർജി ആയിരിക്കുന്നു പകല്. രാത്രിയാകുമ്പോൾ ഇങ്ങനെ ശരീരമൊക്കെ വലിഞ്ഞു മുറുകി ഞരമ്പൊക്കെ പൊട്ടിപ്പോണ പോലെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിൽ എത്ര തവണ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കൊണ്ടില്ലുമ്പോൾ ഒരു കുഴപ്പമില്ല, അവരെന്ത് മരുന്ന് കൊടുത്താലും ഒരിട്ടും ഉണ്ടാവില്ല. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ കിടക്കാന്ന് പറഞ്ഞു, കാരണം മരിച്ചു പോകും എന്നുള്ള പേടി അവർക്ക്. വേറെ എന്നാ അവർക്കൊന്നും ജീവിതത്തിൽ ടെൻഷൻ ഇല്ല എന്നുള്ള വലിയ വലിയ കാര്യങ്ങളും നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇല്ല, പക്ഷെ അവരോട് സംസാരിച്ചപ്പോഴും അവർക്കില്ല. പക്ഷെ അങ്ങനെ കുറെ നാൾ വന്നുകൊണ്ടിരുന്നു. പിന്നെ അത് മാറി. ഒരാൾക്ക് ഡെലിവറി നെക്സ്റ്റ് 3rd ഡെലിവറിയോട് കൂടി അത് മാറി. അപ്പൊ 2 ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലായിരുന്നു അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ 2 കേസുകൾ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. മറ്റേ ആൾക്കും അത് മാറിയത്. അത് എന്തോ ദൈവാനുഗ്രഹം, ശരിക്കും ഭയങ്കര വിഷമമായിരുന്നു അത് കേൾക്കും. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലുള്ള മരണഭയവും സ്വയം നിയന്ത്രിക്കാനോ ഒരു വെള്ളം വേണമെന്ന് പറയാനോ എടുത്തു കുടിക്കാനോ പറ്റാത്ത അവസ്ഥകളൊക്കെയാണ് കടന്നു വരിക. അപ്പൊ അതൊക്കെ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതിനുള്ള കോസസും നേരത്തെ പറഞ്ഞു തന്നെയാണ്. ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്രെയിനിലുള്ള കെമിക്കലിന്റെ വ്യത്യാസങ്ങൾ, പിന്നെ ട്രോമ, പിന്നെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിലുള്ള സവിശേഷതകളൊക്കെ. ഇതിനും
CBTയും ഈ പറഞ്ഞ പോലെ റിലാക്സേഷൻ ടെക്നിക്സും പിന്നെ അവരുടെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസം വരുത്താനായിട്ട് നല്ല പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ഒക്കെ സപ്പോർട്ടും, ഇപ്പം ഒരു കൗൺസിലറിനൊക്കെ വല്ലപ്പോഴും ഒന്ന് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. കുടുംബാംഗങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സ്നേഹവും ഈ 2 കേസുകളിലും അങ്ങനെ തന്നെയാ മാറിയത്. കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടായിരുന്നു. എനിക്ക് അവര് ആ സമയത്ത് ഒരു കൗൺസിലിങ്ങിനൊന്നും ഇങ്ങനെ എന്നോടൊക്കെ സംസാരിക്കാൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അന്നൊന്നും അങ്ങനെ നമുക്ക് അധികം ഒരുപാട് ഒരു ഇച്ചിരി ഇതുണ്ടല്ലോ. പക്ഷെ നന്നായി ഷെയർ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും ആ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടാണ് അവരെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകൾ അല്ലെ, ഫോബിയ എന്നൊക്കെ. അകാരണമായ പേടി. അത് തന്നെ, അകാരണമായ പേടി എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ല, വെറുതെ അങ്ങോട്ട് പേടിയാ. എപ്പോ നോക്കിയാലും പേടി, എന്തിനും ഏതിനും പേടി അല്ലെ. ഏത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പൊ എന്ത് സാഹചര്യത്തിലും അവർക്കൊരു പേടിയാണ്. ചിലപ്പം ചില സ്ഥലത്ത് പോകാൻ പേടി, അവിടെ ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉയരത്തെ പേടി, വെള്ളത്തെ പേടി, ചെറിയ പാറ്റ, പല്ലി അങ്ങനെയൊക്കെ പേടിക്കുന്നു അല്ലേ. ഒരു കാര്യമില്ല, അതൊന്നും ചെയ്യില്ല. പക്ഷെ അവർക്കത് നമ്മളത് കളിയാക്കും. പക്ഷെ അവർക്കത് മാറ്റാനായിട്ട് സാധാരണഗതിയിൽ അവരെ കൊണ്ട് പറ്റില്ല. പിന്നെ സാമൂഹികമായ ഇപ്പം ഒരു കൂട്ടത്തിന്റെ ഇടയിൽ പോയാൽ സംസാരിക്കാനുള്ള പേടി. ഇപ്പൊ കൊച്ചു നാളുകളിലൊക്കെ നമുക്കും കുറെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ അതൊക്കെ കുറെ മാറി വരുന്നു. ചെറിയ ഒന്നും അറിയാത്ത ഒരു പ്രായത്തില് അങ്ങനത്തെ ഒക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉയരത്തെ പേടി, എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ചെറിയ പേടികളൊക്കെ. സത്യം പറഞ്ഞ എന്താ പറയാ, എസ്കലേറ്റർ കയറാൻ പേടി, അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് വേറെ രീതി അങ്ങനെ അത്ര പ്രശ്നമായിട്ട് വരുന്നില്ല. വെള്ളം പേടി, അങ്ങനെ ഇരുട്ട് പേടി, അങ്ങനെയൊക്കെ സാധാരണ ഗതിയിൽ ഉണ്ടാവും. പക്ഷെ അതൊരു വല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ജനിതകമായ കാര്യങ്ങളും നമ്മളുടെ ബ്രെയിനിലുള്ള കെമിക്കൽസിന്റെ വ്യത്യാസങ്ങളും ഒക്കെയാണ് അതെല്ലാം കടന്നു വരാനായിട്ട് ഇടയാകുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ട്രോമാറ്റിക് ഇതാണ് എന്ന് പറഞ്ഞാല് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രോമകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം. നമുക്കാണേലും അങ്ങനെ ഉണ്ടാവും അല്ലെ. ഇപ്പം ആരെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ വരും. പക്ഷെ അതൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്കൊക്കെ വല്ലാതൊക്കെ ഉണ്ടാവും അല്ലെ, ആ ഓർമ്മകള് അങ്ങനെയൊക്കെ. പക്ഷെ അത് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്ന് കഴിയുമ്പോഴാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിച്ചവരാണെങ്കിൽ അവര് അതേ പാറ്റേണിലുള്ള സ്വപ്നം കണ്ട് എപ്പോഴും പേടിച്ച് വിറയ്ക്കുക, എപ്പോഴും അത് പിന്നെ അവരെ ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അവര് പല കാര്യങ്ങളും ആ ഓർമ്മകൾ വരുന്ന അല്ലെ ആ വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്ന കാര്യങ്ങൾ അവര് അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്വഭാവം അല്ലെ. അതിൽ നിന്നൊക്കെ മാറി നടക്കുക. അതുപോലത്തെ നെഗറ്റീവ് തോട്ട്, അവർക്ക് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. എനിക്ക് ഇനിയും എന്റെ ജീവിതത്തെ അങ്ങനെയൊക്കെ സംഭവിക്കോ, വേറെ ആർക്കെങ്കിലും സംഭവിക്കോ, എല്ലാവരും ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, അപ്പൊ അവർക്ക് ഉറങ്ങാൻ പേടിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടി. ഇപ്പൊ വണ്ടി എന്ത് അപകടം അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് യാത്ര ചെയ്യാൻ പേടിയായിരിക്കും. ഈ പറഞ്ഞ പോലെ വിമാന അപകടങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ ആ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള വിഷമങ്ങള് കൂടി വരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറെ അവസ്ഥകളാണ് ഈ ഒരു കാര്യത്തിൽ കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് OCD. നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് OCD എന്ന് പറയുന്നത്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറെയൊക്കെ മിക്കവർക്കും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കൂടിക്കൊണ്ട് വന്നപ്പോഴാണ് ഭയങ്കര പ്രശ്നമാവുക. ശരിക്കും പറഞ്ഞാൽ അവരെ തന്നെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കരമായിട്ട് അവർ നിർബന്ധിതരാവുകയാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. എപ്പോഴും അവർക്ക് ഇങ്ങനെ ഒട്ടും ഒരു റിലീഫ് കിട്ടാത്തൊരു അവസ്ഥയായിരിക്കും. ഇപ്പോഴും അറിയാം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷെ ഓവർ ചെക്കിങ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഒരു ക്ലാസ് കേട്ടത് ഓർക്കുന്നു. ഒരു ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് നൈറ്റില് ഇങ്ങനെ ഉറങ്ങാൻ കിടന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഞാനൊന്ന് പിന്നെ വാതിലടച്ചൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ
അപ്പൊ ആ ഭാര്യ ഓർത്തു എന്ത് നല്ല ശ്രദ്ധയുള്ള ഭർത്താവാണ്, പിന്നെ വാതിലൊക്കെ അടച്ചോ എന്നൊക്കെ നല്ല ശ്രദ്ധയുണ്ടല്ലോ എന്ന് ആദ്യം ഓർത്തു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും പറഞ്ഞു ഞാൻ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വാതിൽ അടച്ചോ കുറ്റിയിട്ടോന്ന് ഒരു സംശയം. അപ്പൊ അപ്പോഴും പിന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ഓരോ 10 മിനിറ്റിലും പോയിട്ട് പുള്ളി വാതിലടച്ചോ വാതിലടച്ചോ അന്ന് ഉറങ്ങിയിട്ട് പോലും ഇല്ല. രാവിലെ ആയപ്പോ ഭാര്യ എഴുന്നേറ്റ് വീട്ടിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല അത് ഭയങ്കര പ്രശ്നമാണ്. അവർക്കത് ഭയങ്കര ഒരു നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ഒരു ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലാത്ത രീതിയിലോട്ട് വരുമ്പോഴത്തേനും ഭയങ്കര പ്രശ്നം. അതുപോലെ തന്നെ ഓവർ വൃത്തി. എത്ര കുളിച്ചാലും വൃത്തിയാവില്ല. എത്ര കഴുകിയാലും പാത്രം വൃത്തിയാവില്ല. എനിക്കറിയാം ഈ തീ കത്തിക്കുന്ന അടുപ്പ് ഉപയോഗിക്കുന്ന കാലത്ത്, പണ്ട് കാലത്ത് അന്ന് നമുക്കിത് അറിയില്ലായിരുന്നു. OCD ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഭയങ്കര വൃത്തിയാന്ന് നമ്മൾ പറയുള്ളൂ. ആ അടുപ്പ് വരെ കഴുകി തുടച്ച് എപ്പോഴും വെക്കുക. കുറച്ച് തീ കത്തിക്കാനുള്ളതാ. അടുപ്പിനകം കൂടി കഴുകി തുടച്ച് വെക്കുക. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ചെന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയാണ്, നമുക്ക് ഇഷ്ടം. വൃത്തിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാ. പക്ഷെ അത് ഓവറായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെയും പോലെ അനങ്ങാൻ സമയത്ത് എത്ര കുളിച്ചാലും വൃത്തിയാവില്ല. സോപ്പ് തീരുന്നു, വെള്ളം തീരുന്നു, എന്നാലും അവർ വൃത്തിയാവത്തില്ല. അതുപോലെ തന്നെ അവരുടെ കൈയൊക്കെ എപ്പോ നോക്കിയാലും ഇങ്ങനെ വല്ലാതെ എപ്പോഴും നനഞ്ഞ് സോപ്പും തേച്ച് അങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ട് ആക്കും എന്ന് പറഞ്ഞ അവസ്ഥയിൽ ആയിത്തീരും ശരിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവര് ഉണ്ടാവും. അതുപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതി അല്ലെ, പഴയ ചിലർക്കുണ്ട്. അത് കളയാൻ പറ്റൂല. പഴയ സാധനങ്ങൾ അവർക്ക് തോന്നാം എന്തൊരു ഉപകാരം ഉണ്ടാവും, അല്ലാതെ കളഞ്ഞ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ മേടിച്ചല്ലേ. ആ ഒരു സ്വഭാവം, പുരാതന വസ്തുക്കളൊക്കെ വീട് മുഴുവൻ അടുക്കിപ്പറക്കി വെച്ച് ഒരു നവവധു, വീട് നിറച്ച സാധനങ്ങളാണ്, പഴയ സാധനങ്ങളാ. പുള്ളിക്കാരി വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് അവരെ വീട്ടുകാർ പുറത്തു പോയ സമയത്ത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു ഇവർക്ക് രോഗം ഉണ്ടെന്നുള്ളത്, അമ്മായിയമ്മയ്ക്ക്. അപ്പൊ തിരിച്ചു വന്നപ്പോ വീട് പഴയ സാധനങ്ങളൊക്കെ ദൂരെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കും. അവിടെ പിന്നെ ഉണ്ടായ പുകിലൊന്നും പറയണ്ടെന്ന് പറയുന്നത്. കാരണം അവരത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അവർക്കത് കളയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ജനിച്ച കാലം തൊട്ടുള്ള ഉടുപ്പുകളും ചെരുപ്പുകളും അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന കുറെ അങ്ങനെ ഒരു രീതികളൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി തീരും. അത് തന്നെ വീട് വൃത്തിയാക്കുന്ന എല്ലാ വൃത്തിയുടെ കാര്യം ഓർഡർ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും അല്ലെ. എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കുമ്പോഴേക്കും അത് ഭയങ്കര അസ്വസ്ഥതയായി തീരും. റിലീജിയസ് ആയിട്ട് ഉള്ള ഓവർ ഇത് വരുന്നവരുണ്ട്. എന്ന് പറഞ്ഞാല് എന്ത് ചെയ്താലും ഭയങ്കര പാപമാണ്, പാപിയാണ്. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു തോട്ട് വന്നുകൊണ്ടിരിക്കും. അവർക്ക് ഒന്നും ചിന്തിക്കാ ഇപ്പം കൊച്ചു കുഞ്ഞിനെ എടുത്താൽ പോലും അവർക്ക് ഇങ്ങനെ തോന്നുകയോ എനിക്ക് ആ കുഞ്ഞിനോട് എന്തോ ഒരു ഇത് മോശമായ ഒരു ഇത് തോന്നുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അമ്മയോടോ സഹോദരിയോടോ സഹോദരനോടോ അങ്ങനെയൊക്കെ തോന്നുന്ന മനുഷ്യരും ഉണ്ട്. കാരണം അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ അങ്ങനെ വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കോ, അവരെ തൊട്ടുപോകുവോ, അങ്ങനെയൊക്കെ ഒരു സ്വന്തക്കാരോട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പോലും അവർക്കൊക്കെ അങ്ങനെയുള്ള രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പം അതൊരു തരം എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഉള്ളവരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. അവർക്കൊക്കെ റിലാക്സേഷൻ തെറാപ്പികളൊക്കെ നമ്മൾ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ തെറാപ്പി, അങ്ങനെ നമ്മൾ ഓരോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള രീതിയിലോട്ട് അവരെ ആക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം മെഡിസിൻ ആവശ്യമുള്ളവർക്ക് മെഡിസിൻ നമ്മള് അവരെ സജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവരൊരു നോർമൽ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്, അതിന്റെ കാര്യകാരണം സഹിതം മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ റിലാക്സേഷൻ ടെക്നിക്സ്, ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർ അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ആ രീതിയിലൊക്കെ അവരെ നമ്മൾക്ക് പല രീതിയിൽ അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സജഷൻസോ ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. മാം എന്ത് പറയുന്നു, സൂസൻ മാം?
ജിഷ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസും നന്നായിട്ട് കവർ ചെയ്തു. ശരിയാണ്, നമ്മുടെയൊക്കെ ലൈഫില് ചെറിയ തോതിലെങ്കിലും നമ്മളൊക്കെ ഒരു പരിധി വരെയെങ്കിലും ആങ്സൈറ്റി ഏതായാലും ഇല്ലാതിരിക്കില്ല, എല്ലാവർക്കും ചെറിയ തോതിലെങ്കിലും ഉണ്ടാവാറുണ്ട്. പിന്നെ പാനിക്കും ചില അതെ. സമയത്ത് നമ്മൾ പാനിക് അനുഭവിക്കാറുണ്ട്. പിന്നെ ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ പച്ചവെള്ളം മുഖത്ത് തളിച്ചാൽ അവരത് ബെറ്റർ ആവും. അപ്പൊ അങ്ങനെ അതൊക്കെ ചെറിയ ഉം. തോതിലുള്ളതാ, പക്ഷെ ചിലർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരാം. എന്റെ ഒരു ബന്ധുവുണ്ട്, എന്റെ ഒരു ക്ലോസ് റിലേറ്റീവ്, ആളിന്റെ അമ്മയ്ക്ക് പുള്ളിക്ക് ജോലിയിലൊക്കെ കുറെ സ്ട്രെസ്, സ്വന്തമായിട്ട് ബിസിനസ് നടത്തപ്പോ അതിന്റെ ചെറുപ്പക്കാരന് ബിസിനസിന്റെ ഇതുണ്ട്, അത് സ്ട്രെസ് ഉണ്ട്. അത് കൂടാതെ അമ്മയ്ക്ക് ഇപ്പൊ ക്യാൻസർ വന്നു, കഴിഞ്ഞ വർഷം വന്നു, അതിപ്പോ റിലാപ്സ് ചെയ്ത് ലങ്സിലോട്ടായി. പുള്ളി ഇപ്പൊ എല്ലാം ഉം. നെറ്റിൽ കയറി നോക്കാമല്ലോ, പുള്ളി കയറി നെറ്റിൽ നോക്കിയപ്പോ ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്നുള്ളതൊക്കെയാ കണ്ടത്. അപ്പോഴത്തേന് ഈ ആ പുള്ളിക്ക് ആങ്സൈറ്റി വന്നിട്ട് യാതൊരു വിധത്തിലും പറ്റുന്നില്ല, അങ്ങ് ശ്വാസം മുട്ടല്, പാനിക് അറ്റാക്ക് ആണ്, ഭയങ്കരമായിട്ട് അങ്ങ് പാനിക് അറ്റാക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പാനിക്, ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് വരുന്നവർക്ക് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് വളരെ ഉം. ഉപയോഗപ്രദമാണ്. അതെ അതെ അപ്പൊ അതെ അതാ അതെ ഫൈവ് ഫോർ അതെ. ഫൈവ് ഫോർ ത്രീ ഉം. ടു വൺ ഇല്ലേ, ആ ടെക്നിക്ക് 5432 ഉപയോഗിച്ചാൽ അതെ ആ അതെ. അത് ഉപയോഗിച്ചാല് വളരെ നല്ലൊരു ടെക്നിക്കാണ്. ഉം. ഞാൻ ആ ആൾക്കത് പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ഈ ഉം. OCD എന്ന് പറയുമ്പോഴത്തേന് അതുമൊക്കെ ചെറിയ തോതിൽ ജിഷ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ചിലർക്ക് ഇങ്ങനെ ഉം. ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇന്ന രീതിയിൽ തന്നെ, സ്പൂണൊക്കെ ഇങ്ങനെ തന്നെ അടുക്കി വെക്കണം, പാത്രമൊക്കെ ഇങ്ങനെ തന്നെ അതെ വെക്കണം, വേറെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെന്നാൽ പോലും അയ്യോ അതൊന്നും വേണ്ട, കാരണം നമ്മൾ ചെയ്താൽ അവര് ചെയ്യുന്നത് പോലെ ഇരിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ അവരെ അത് വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കും. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അതെ. ചെല്ലുന്നതായിരിക്കും, ബട്ട് അത് ഉം. മനുഷ്യരെ ഡിഫറെന്റ് രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതെ. നമുക്ക് ഈ ഇങ്ങനെ റിലാക്സേഷൻ ടെക്നീക്സും JPMR-ഉം ഗ്രൗണ്ടിങ് ടെക്നീക്സും അങ്ങനെയൊക്കെ ഉം. കൊടുത്ത് കൂടുതലായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ PTSD ഒക്കെ ആകുമ്പോൾ അതെ. അതൊരു വേറൊരു ലെവലാണ്. സോ യുൽ ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ് ഡിഫറെന്റ്ലി. ഉം. പക്ഷെ അതെ. ആങ്സൈറ്റിയും പാനിക്കും ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ഈ റിലാക്സേഷൻ അങ്ങനത്തെ ടെക്നീക്സ് ഒക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റും. താങ്ക് യു, നല്ല താങ്ക് ക്ലാസ് യു. ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. അതുപോലെ തന്നെ എനിക്കറിയാം, ഇതുപോലെ സ്പൂണുകൾ മാറ്റി ഒരു സ്ഥലം മാറി വെച്ച് വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയൊക്കെ എനിക്കറിയാം. ഒന്ന് സ്ഥലം മാറി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തോട്ട് മാറി, അതുകൊണ്ട് ദൂരെ മാറിക്കൊണ്ട് വെക്കുമല്ല. ഇപ്പൊ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ഇപ്പുറത്തെ നിന്ന് അപ്പുറത്തേക്ക് മാറി. അങ്ങനെ മതി പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങള് ജീവിതത്തില് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് സ്വയം നിയന്ത്രിക്കുകയും നമുക്ക് അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മളെ അടുത്ത് വരുന്ന ക്ലയൻസിനും നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ. ഇതാണ് ജിഷ ചേച്ചി, താങ്ക് യു സോ മച്ച്. വിവോ ആണ്, ആരാണ് പേരില്ല. താങ്ക് യു ആരാണെങ്കിലും. ഓക്കെ സാർ, ഫൈസൽ സാർ വന്നിട്ടുണ്ട്. സാറിന്റെ വിലയേറിയ ജിഷ മെസ്സേജിനായിട്ട് മാം, ഓക്കെ സാർ. ഓക്കെ. എന്താണ്, സുഖാണല്ലോ അല്ലേ എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുന്നു സാർ. ഓക്കെ. അപ്പോ ജിഷ മാമിന്റെ ഒരു മനോഹരമായിട്ടുള്ള ക്ലാസ് ഇങ്ങനെ വൈൻഡപ്പിലേക്ക് പോകുന്നു. ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആങ്സൈറ്റി ഇല്ലാത്ത ആരും ഇല്ല അല്ലെ, എല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ടാവും. നോർമൽ ലെവലില് ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ടാകും. അത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഒരു ജീവിതത്തിന്റെ ഒരു ക്രമത്തെ ബാധിക്കുമ്പോഴാണ് അതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഇപ്പൊ അതെ നോർമൽ ലെവലിൽ വരുന്നത് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാണ്. അല്ലാത്ത ഏത് ആങ്സൈറ്റി ആയി കഴിഞ്ഞാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു തെറാപ്പി നമ്മൾ എടുക്കുക. ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. ഒരുപാട് ടെക്നിക്കുകൾ അതെ ഉണ്ടാവും. ഇപ്പൊ ടെക്നിക്കുകൾ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. പക്ഷെ ആ അതെ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിസൾട്ട് ഉണ്ടാവില്ല. ഉം. അതിനപ്പുറത്ത് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി ആ തെറാപ്പിസ്റ്റുമായിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ശരിക്ക് ആ ഒരു ഡിസോർഡറിനെ മാറ്റുന്നത്. അപ്പൊ ടെക്നിക്ക് അതെ അറിഞ്ഞത് കൊണ്ട് എന്താവണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ സെൽഫ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ചെയ്യാൻ പറ്റുമെങ്കിലും ബട്ട്
അതിന്റെ ഒരു റിസൾട്ടിലേക്ക്, എൻ്റെ 100% റിസൾട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്ത്, അത് ഏത് വിഷയമായി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ആക്ഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും, അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അവിടെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡിസോർഡർ ആയി കഴിഞ്ഞാലും അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കൗൺസിലിംഗ് തെറാപ്പിയൊക്കെ എടുക്കാൻ ഭയക്കാതിരിക്കുക. അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നിരന്തരം മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം നമ്മൾ ഇത്തരം വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവയർനെസ്സുകൾ നമ്മൾ എവിടെയായി കഴിഞ്ഞാലും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് ഇത്തരത്തില് മാറി നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ അവർ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അടുത്ത് വന്ന നമ്മളുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവർ 5 വാഷിംഗ് മെഷീൻ ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. 5 വാഷിംഗ് മെഷീൻ. കാരണം അവർക്ക് ഈ അതന്നെ OCD പ്രശ്നമാണ്. അപ്പൊ അതിങ്ങനെ ഒരെണ്ണം അങ്ങനെ. അപ്പൊ നമ്മൾക്ക് തന്നെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കാം, അവര് ജീവിതത്തിൽ അവര് അനുഭവിക്കുന്ന ഒരു പ്രയാസത്തെ, ഒരു പ്രശ്നത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. അതല്ലെങ്കിൽ ഒരു 50 പ്രാവശ്യം കൈ കഴുകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് രസമാണ്. പക്ഷെ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രാവശ്യം കൈ കഴുകാൻ പോയിട്ട് അത് ശരിയാവുന്നില്ല, പിന്നെയും അപ്പൊ അവര് ലൈഫിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തെ നമ്മളിലൂടെ മാറ്റിക്കൊടുക്കുക. അപ്പൊ അടുത്ത ദിവസം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു വാഷിംഗ് മെഷീനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് തെറാപ്പിയിലൂടെ നമുക്ക് കൊടുത്ത് അതെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോ ഇതേപോലെ അത് ഒരുപാട് ആളുകളിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് ഇത്തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ല, ഒരു അവയർനെസ് അവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം നിരന്തരമായിട്ട് നമ്മളെ പോലെയുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നുള്ളതാണ്. ബട്ട് വി ഹാവ് ടു റിമൈൻഡ് ദം. അത് ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണോ നമുക്ക് പറ്റുന്നത് അവിടെയെല്ലാം ഇത്തരം വിഷയങ്ങൾ നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ആ ഒരു പ്രോബ്ലത്തെ അതല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തെ മാറ്റി കൊടുക്കാൻ, ആ പ്രയാസത്തെ മാറ്റുക, ഒരു എംപ്റ്റി ആക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവിടെ നമ്മളൊരു ഹോപ്പ് നമ്മൾ അവിടെ കൊടുക്കണം. അവിടുന്ന് ഫില്ല് ചെയ്യണം. നമ്മൾ ഒരു ബോട്ടിലിൽ നമ്മൾ ഉള്ള പിന്നെ ഒരു മലിന വെള്ളം എടുത്ത് മാറ്റുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അവിടെ നമ്മൾ ഒരു പ്യുവറായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനും പറ്റണം എന്നതാണ്. അപ്പോ ഒരു പ്രയാസമായിട്ട് വരുന്ന ഒരാള് ആ പ്രയാസം മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അവർക്കൊരു ഹോപ്പ് കൊടുക്കണം, അവർക്ക് ജീവിക്കാനുള്ള പ്രേരണ കൊടുക്കണം, ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റണം. അതായത് കാലാകാലം ഇവർ എൻ്റെ അടുത്ത് തെറാപ്പി എടുക്കാൻ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. മറിച്ച് എന്താണ്, അവരെ ഇൻഡിപെൻഡന്റ് ആക്കി, അവരെ ഇൻഡിപെൻഡന്റ് ആക്കി അവർക്ക് സ്വയം ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും അതേപോലെ തന്നെ അവർക്ക് ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും പറ്റുന്ന വിധത്തിലേക്ക് അവരെ വരുമ്പോഴാണ് അവിടെ ഒരു മനോഹരമായിട്ടുള്ള പ്രവർത്തനം, ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അത് പിന്നെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ അവർക്ക് ഒരു ട്രെയിനിങ്, നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും, നൈപുണികൾ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ഇതെല്ലാം ആ രീതിയിൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ആ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണം. ആ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നാകണം. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ, ആ വ്യക്തിത്വത്തിലാണ് അവിടെ കാര്യം. നമ്മളുടെ സംസാരവും നമ്മുടെ സമീപനവും നമ്മുടെ ഒരു ടോണും അങ്ങനെ തുടങ്ങിയിട്ട് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും അവര് നമ്മളിലേക്ക് വരാനും പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോ വൈ ദേ ഹാവ് ടു ചൂസ് അസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നവര് പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല എന്ന് വരുമ്പോ നമുക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ നമ്മളെ അന്വേഷിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരം മെന്റൽ ഹെൽത്ത് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മനോഹരമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ജിഷ മാമിന്റെ
അവതരണം നന്നായിട്ടുണ്ട്. ഒരുപാട് പിന്നെ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ടൈപ്സുകൾ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഏറെക്കുറെ ആളുകളും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പിലേക്ക് പോകാം. ജിഷ മാം ഇപ്പോ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുമായിട്ട് അതെ. ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ നിരന്തരം ഇത്തരം ക്ലാസ്സുകൾ ജിഷ മാം മാത്രമല്ല നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇത്തരത്തിൽ നമ്മൾ പഠിച്ച അറിവുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് കൂടുതലും അതെന്താ നമ്മൾ പഠിക്കുക, അല്ല ജിഷ മാം? ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് സാറിന്റെ വാക്കുകൾ അത് പറഞ്ഞു, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടല്ലോ. അതെ 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 പഠിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെങ്കിലും ഒരാളെ കേൾക്കാനുള്ളെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ നമുക്ക് തന്നെ നമ്മൾ പഠിക്കുന്നുള്ളതാ ഇങ്ങനെ അതെ അതെ സബ്ജക്ട് നമ്മൾ നം- ചെയ്യുമ്പോൾ. അതെ അതെ, അത് നമുക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണമെന്നില്ല. എനിക്ക് ഒരു കൗൺസിലിംഗ് ചെയ്ത് ഓർക്കുന്നുണ്ട്. മാമിനോട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു റെമഡി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ സമാധാനിപ്പിച്ചാൽ മതി. അത് അവർക്കും മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ തന്നെ റിലാക്സ് ആവുന്നു എന്ന് അവസാനം അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം. ശരിക്കും നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അങ്ങോട്ട് ഇപ്പം ചിലരുണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയ അവരുടെ അനുഭവം അതിന്റെ ഇടയിൽ കയറി കിടന്ന് പറഞ്ഞ്, അല്ലേ, അങ്ങനത്തെ അതെ അതെ കൗൺസിലിംഗ് ചെയ്യുന്ന അതൊക്കെ ഭയങ്കര അവർക്ക് ഭയങ്കര വിഷമം വരും. ഒരേ കാര്യങ്ങൾ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ആ സമയത്ത് ഇല്ല. അവരെ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഒരുപാട് റിലാക്സ് ആവും. അപ്പൊ പിന്നെയുള്ള തെറാപ്പികളൊക്കെ എളുപ്പമായിരിക്കും. അവര് നമ്മളെ വിട്ടുപോകുന്ന ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അത് യെസ് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവര് പിന്നെ ദിവസം വിളിച്ചോണ്ടിരുന്നവര്, ഒന്നരാടം വിളിച്ചോണ്ടിരുന്നവര് ഇപ്പൊ നമ്മൾ ഓർക്കുന്നില്ല. അത് സന്തോഷമാവേണ്ടേ അന്നേരം. അവർക്ക് നേരമില്ല ഓർക്കാനായിട്ട്. കാരണം അവര് പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി. വെറുതെ ഇരുന്ന ആൾക്കാരാണ്, വെറുതെ കിടന്നവര്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓക്കെ, മനസ്സിലാക്കി പ്രവർത്തിക്കാൻ. താങ്ക് യു. ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുള്ളവരുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പറയാം. എല്ലാവരും ബിസിയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് ചെയ്യാ, നമ്മുടെ ട്രെയിനിങ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അതേപോലെ തന്നെ ഇനിയും നമുക്ക് സെഷനുകൾ ഉണ്ടാകും. ജിഷ മാം ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ ഇനിയും സെഷനുകളുമായിട്ട് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക, എല്ലാവർക്കും പ്രോത്സാഹനം നൽകുക, എല്ലാവരെയും പ്രേരിപ്പിക്കുക, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുക. നമ്മുടെ ടീമിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവുക. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങൾ. വിശേഷിച്ചും നമ്മുടെ ജിഷ മാം ആണ് നമുക്ക് ക്ലാസ് എടുത്തത്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ORC ട്രെയിനർ ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ജിഷ മാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിഷ മാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷന്റെ തുടക്കത്തിൽ ഇവിടെ നമുക്ക് ഇൻട്രോ നൽകിയിട്ടുള്ള ഇന്ദിര മാമനല്ലേ പറഞ്ഞിരുന്നേ? അതെ അതെ, ഇന്ത്യ മാം. ഓക്കെ, ഇന്ദിര മാം ആയിരുന്നു നമ്മുടെ ഇൻട്രോ പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ അർച്ചന മാമും അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ അതെ സൂസൻ മാം അവിടെ ലൈവിൽ തന്നെ. സൂസൻ മാം എപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മുടെ എല്ലാ സെഷനുകളിലും ലൈവായിട്ട് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മാം വരുവാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്. വരുവാണെങ്കിൽ ഓപ്പൺ ആക്കി വെക്കും. അതെ 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 അതൊരു ഭയങ്കര ശ്രദ്ധിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സൂസൻ മാം. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.